ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേൽ 1 പുസ്തകത്തെ അധികരിച്ചുള്ള 57 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 5 അധ്യായം ആരംഭിക്കുമ്പോൾ നാം ഓർത്തതുപോലെ ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യ പട്ടണമായ അസ്തോദിലും തുടർന്ന് ദാഗോൻ്റെ ക്ഷേത്രത്തിലും നാം കാണുകയാണ്. ദൈവജനത്തിൻ്റെ മധ്യേ കാണപ്പെടേണ്ടുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ പെട്ടകം ഇസ്രായേലിൻ്റെ പാപം കൊണ്ടാണ് ശത്രുവിൻ്റെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, പാപങ്ങൾ നാം ഏറ്റുപറയാതെ ഇരുന്നാൽ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കഴിയാതെ നാം ആ രീതിയിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നുള്ള പാഠം ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകം എബനേസറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയതായും നാം ഓർക്കുകയുണ്ടായി. എബനേസർ എന്നാൽ ഇത്രത്തോളം യഹോവ സഹായിച്ചുവെന്നാണ്. അസ്തോദ് എന്ന വാക്കിൻ്റെ അർത്ഥം ചായുന്നത്, ചരിയുന്നത്, തുറസായതും ഭയങ്കരമായൊരു സ്ഥലം. ദൈവസന്നിധിയിൽ നോക്കുക, ദൈവത്തിൻ്റെ പെട്ടകം എത്രമാത്രം ദുഃഖകരമായൊരു സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ, അവിടുന്ന് എക്കാലഘട്ടങ്ങളിലും തൻ്റെ മഹത്വത്തെക്കുറിച്ച് മൗനമായിരിക്കുകയില്ല. അവിടുന്ന് തൻ്റെ മഹത്വം തീർച്ചയായിട്ടും വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അവിടുന്ന് എന്നേക്കും അത് മറച്ചു വയ്ക്കുകയുമില്ല. അവിടുത്തെ മഹത്വവും അവിടുത്തെ ബലവും ജാതികളുടെ ഇടയിൽ വെളിപ്പെടുന്ന ചരിത്രമാണ് തുടർന്നുള്ള വാക്യങ്ങൾ നാം കാണുന്നത്. ദൈവത്തിൻ്റെ പെട്ടകം ശത്രുവിൻ്റെ കരങ്ങളിലേക്ക്, ഫെലിസ്ത്യരുടെ കരങ്ങളിലേക്ക് ചെന്നു എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ ശക്തിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. ഇസ്രായേലിൻ്റെ പാപനിമിത്തം ദൈവം തൻ്റെ പെട്ടകം അവരുടെ മധ്യേ നിന്ന് മാറ്റിയെന്ന് വേണം നാം മനഃപൂർവ്വമായി ചിന്തിക്കുവാനായിട്ട്. എന്നാൽ ഫെലിസ്ത്യരുടെ മധ്യേ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്ന ചരിത്രമാണ് നമുക്ക് തുടർന്ന് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ശക്തി അവരുടെ മധ്യേ വെളിപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനമാണത്. അവിടുന്ന് പറയുകയാ, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ദൈവമഹത്വത്തിൻ്റെ കാവൽക്കാരായ ദൈവത്തിൻ്റെ ജനം ദൈവസന്നിധിയിൽ ശരിയായി ജീവിച്ചില്ലെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് ദൈവമുൻപാകെ ശിക്ഷയുണ്ടാകും എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വം അവരിലൂടെ വെളിപ്പെടുവാൻ തടസ്സമുണ്ടാകുകയും ചെയ്യും. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവിൻ്റെ മഹത്വം കർത്താവ് മറ്റൊരുത്തനും അവിടുത്തെ സ്തുതി ഒരു വിഗ്രഹത്തിനും ദൈവം വിട്ടുകൊടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടുന്ന വിഷയം, ദൈവത്തിൻ്റെ മഹത്വം ദൈവം പ്രത്യേകമായ വിധത്തിൽ തന്നെ വെളിപ്പെടുത്തും എന്നുള്ള വിഷയമാണ്. അവിടുത്തെ മഹത്വത്തിൻ്റെ വെളിപ്പെടലിന് ദൈവത്തിന് ആരുടെയും അനുവാദം ആവശ്യമില്ല. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നാം വിശുദ്ധിയിൽ തുടരുകയാണെങ്കിൽ, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ, കർത്താവ് നിശ്ചയമായിട്ടും അവിടുത്തെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മെ തന്നെ പരിശോധിപ്പാനുള്ളൊരു സമയമാണിത്. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന തരത്തിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ ഈ സമയം ദൈവമുൻപാകെ തിരികെ വന്ന് എൻ്റെ കുറവുകളെ ഞാൻ കർത്താവിനോട് ഏറ്റുപറയുക തന്നെ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമ്മളിലൂടെ അനേകർ കർത്താവിനെ കാണത്തക്ക രീതിയിൽ അവിടുത്തെ മഹത്വം ദൈവം വെളിപ്പെടുത്തും എന്നുള്ളതിന് ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരുന്ന, സാക്ഷ്യം പറയുന്ന വസ്തുതയാണ്. അനേക ഇടങ്ങളിൽ, അനേക ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം കർത്താവ് തന്നിട്ടുള്ള
അനുഗ്രഹങ്ങൾക്കനുസരിച്ച് അവനെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന അനേക കുറവുകളാണ്, പാപങ്ങളാണ്. എന്നാൽ ഈ സമയം കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച മാരകമായ കുറവ് എൻ്റെ ജീവിതത്തിൽ വരരുത് എന്നുള്ള വലിയ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു എന്ന് നാം അറിയുന്നതിനേക്കാൾ നമുക്ക് തൃപ്തി തരുന്ന മറ്റൊരനുഭവം ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് മറക്കുവാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരവരുടെ ജീവിതങ്ങളെ ഒന്ന് പുനർക്രമീകരിപ്പാൻ കഴിയുമോ? ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ മാത്രമല്ല, ക്രിസ്തുവിനെ അറിയാത്ത അനേക ആളുകളുടെ മുൻപിലേക്കും വെളിപ്പെടുവാൻ അത് ഇടയായി തീരണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ഇത് അനിവാര്യമായിട്ടുള്ള വിഷയമാണ്. എനിക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം, എന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തപ്പെടണം. ഇസ്രായേലിന് സംഭവിച്ച വലിയ പരാജയം എനിക്ക് വരാതെ ഞാൻ കർത്താവിൻ്റെ മുൻപാകെ എന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ ഏൽപ്പിക്കുന്നുവെന്നുള്ള വലിയ പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുവാൻ ഇടയായിത്തീരണം. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്രായേലിൻ്റെ മധ്യം നിന്ന് ഇവിടെ ഇതാ ഫിലിസ്ത്യരുടെ മധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പെട്ടകം ദൈവം വിട്ടുകൊടുക്കുന്ന ചരിത്രം കാണുവാൻ കഴിയുന്നുവെങ്കിലും തുടർന്ന് ദൈവം അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമഹത്വത്തിൻ്റെ കാവൽക്കാരായ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.